ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഡിസൈനേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫിഗ്മ വളരെ നിയറസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു കളർ വീൽ പ്ലഗിൻ പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് figma.com/colorwheel എന്ന് പറഞ്ഞൊരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലെത്തും. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലഗിൻ, ആ ഒരു പ്ലഗിനകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് കളറുകൾ കണ്ടെത്താനും അതിൻ്റെ പാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ കളറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേജിൽ താഴെയായിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളറിനെ കുറിച്ച് കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള നോളജ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു പേജിൽ നിന്ന് കുറേ കാര്യങ്ങൾ താഴേക്ക് പോയി വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ അതിനും സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി തന്നെ നേരത്തെ കളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കണ്ട് എന്താണ് കളർ പാലറ്റിൻ്റെ ആവശ്യകത, എങ്ങനെയാണ് കളർ പാലറ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെ വേണം കളർ സെലക്ട് ചെയ്യാൻ തുടങ്ങി കുറേ കളറിൻ്റെ ബേസിക്കൽ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ അത്യന്താപേക്ഷിതമാണ് എല്ലാ ടൈപ്പ് ഡിസൈനേഴ്സും, അത് UI മാത്രമല്ല, ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്നല്ല, ഏതൊരു ഡിസൈനേഴ്സ് അല്ലാത്തവർക്കൊക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് കളറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറേ ബേസ്മെൻറ്റ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. എനിവേ, ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു പ്ലഗിൻ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇവിടെ നിന്ന് ഓപ്പൺ ഇൻ ഫിഗ്മ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അതല്ലാത്ത പക്ഷം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഫിഗ്മയിൽ വന്നതിന് ശേഷം നമ്മുടെ പ്ലഗിൻ സെക്ഷനിൽ ടോപ്പിൽ പോയിട്ട് ഈ ഒരു പ്ലഗിൻ സെക്ഷനിൽ വന്നിട്ട് കളർ വീൽ പാലറ്റ് ജനറേറ്റർ എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലഗിൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഒന്നുകിൽ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ലിങ്കിൽ നിന്നോ ഈ ഒരു പ്ലഗിൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലഗിൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കളർ വീൽ പാലറ്റ് ജനറേറ്റർ എന്നാണ് അതിൻ്റെ പേരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു കളറിൻ്റെ ഒരു വീലൊക്കെ തന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കളർ ചൂസ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. അതിനുശേഷം അതിന് താഴെയായിട്ട് എന്ത് ടൈപ്പ് കളറാണ്, അതായത് ഉദാഹരണത്തിന് നിങ്ങളിവിടെ ഒരു കളർ കൊടുക്കുകയാണ്, ഏതെങ്കിലും ഒരു കളർ, ഞാൻ ഇൻ കേസ് ഇപ്പോൾ ഒരു ഓറഞ്ച് എന്ന് പറയുന്നൊരു കളറിൻ്റെ ഹെക്സ് കോഡ് ഇവിടെ കൊടുക്കുകയാണ്. അതായത് FFA 500 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓറഞ്ച് എന്ന് പറയുന്നൊരു കളറാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കളർ ഇഷ്ടമുള്ള ഒരു കളറിൻ്റെ ഒരു ഹെക്സ് കോഡ് ഇവിടെ കൊണ്ട് കോപ്പി ചെയ്യാം. അതായത് ഏത് കളറാണോ നിങ്ങളുടെ പ്രൈമറി ബേസ് കളറായിട്ട് എടുക്കുന്നത് ആ കളറിനെ ഹെക്സ് കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളർ ഇവിടെ സെലക്ട് ആവും. ആ കളറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പാലറ്റ് ടൈപ്സ് ആണ് അവർ താഴെയായിട്ട് പറഞ്ഞിരുന്നത്. അതായത് ഈ ഒരു ഓറഞ്ച് നിങ്ങളിവിടെ സെലക്ട് ചെയ്താൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറാണ് ഈ കിടക്കുന്ന ബ്ലൂ എന്ന് പറയുന്നത്. അതിൻ്റെ സ്പ്ലിറ്റ് കളർ അറിയണമെങ്കിൽ തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ വന്നിട്ട് സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് കളേഴ്സുകൾ എന്താണെന്ന് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു കോംപ്ലിമെൻ്ററി, സ്പ്ലിറ്റ്, സ്ക്വയർ, അനലോഗ്, മോണോക്രോമാറ്റിക്, ട്രയാഡിക് ഇതുപോലുള്ള കളറുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു വീഡിയോ കാണണമെന്നും ഈ ഒരു വീഡിയോയിൽ നിന്നും ഇത്തരം നോളജുകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ട് കുറേയും കൂടെ ഈ ഒരു നോളജ് മനസ്സിലാക്കുക. എനിവേ, ഞാനൊരു പ്രൈമറി ഒരു ബേസ് കളർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ടൈപ്പ് കളറാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കളറുകൾ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിൻ്റെ സ്ക്വയർ കളർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന കളറുകളാണ് അതിൻ്റെ സ്ക്വയർ കളർ എന്ന് പറയുന്നത്. അനലോഗിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അനലോഗായി, മോണോക്രോമാറ്റിക് ക്ലിക്ക് ചെയ്താൽ മോണോക്രോമാറ്റിക്കായി, ട്രയാഡിക്കിൽ ക്ലിക്ക് ചെയ്താൽ ട്രയാഡിക്കായി. ഇതെല്ലാം നമുക്ക് വേറെ ഒരു കളർ വീലിൽ പോയിരുന്ന് ഉണ്ടാക്കി എടുത്തു കൊണ്ടുവരുന്ന സമയങ്ങൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനൊരു കോമ്പിനേഷൻ, വളരെ സൂപ്പർവായിട്ടൊരു കോമ്പിനേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ എനിവേ ഞാൻ ഈ ചൂസ് ചെയ്ത ഓറഞ്ച് എന്ന കളറിൻ്റെ ഒരു സ്ക്വയർ കളറാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 കളറുകൾ ഇവിടെ ആയിട്ട് വന്നതായിട്ട് കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് ജനറേറ്റ് പാലറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊടുത്ത കളറിൻ്റെ ഒരു പാലറ്റ് നിങ്ങൾക്കായിട്ട് ഫിഗ്മയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഇതൊന്ന് ക്ലോസ് ചെയ്തോളൂ. നിങ്ങൾക്ക് കാണാം ഫിഗ്മയ്ക്കകത്ത് തന്നെ നിങ്ങൾ കൊടുത്ത കളറുകളുടെ വെച്ചിട്ട് അതിൻ്റെ ഒരു പാലറ്റ്, അതിൻ്റെ ലൈറ്റ് ടോണ്, അതിൻ്റെ ഡാർക്ക് ടോൺ എല്ലാം വെച്ച് ഓട്ടോമാറ്റിക്കായിട്ടൊരു പാലറ്റ് നമുക്കായി ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നു. നിങ്ങൾ ചൂസ് ചെയ്ത് ആ 4 കളറുകളാണ് ഇവിടെ കിടക്കുന്ന 4 കളറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പാലറ്റ് ജസ്റ്റ് ഉണ്ടാക്കി തന്നു എന്നുള്ളതിലല്ല ഈ ഒരു പ്ലഗിൻ കൊണ്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് ഒരുപാട് പ്ലഗിൻസുകൾ മാർക്കറ്റിലുണ്ട് ഇതുപോലെ നമുക്ക് കളർ പാലറ്റ് ഉണ്ടാക്കാൻ. പക്ഷേ ഈ ഒരു പ്ലഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പാലറ്റ് അത് കൃത്യമായി ഉണ്ടാക്കി തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിതിൻ്റെ ലോക്കൽ വേരിയബിൾസും ഇത് ക്രിയേറ്റ് ചെയ്ത് തരുന്നു. അതായത് റൈറ്റ് സൈഡിൽ പോയി ലോക്കൽ വേരിയബിൾസ് നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കളറുകൾ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ലോക്കൽ വേരിയബിൾസ് എല്ലാ കളേഴ്സുകളും നമുക്കായി സെറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ്
ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതിൻ്റെ ലെഫ്റ്റിൽ നോക്കിയാൽ പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്ത ഈ ഓരോ സെക്ഷനും പ്രൈമറിയും സെക്കൻഡറിയും ടെർഷറിയും ഒക്കെ ആയിട്ട് നമുക്ക് ലെഫ്റ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്ലിക്കിൽ തന്നെ എല്ലാ കളറുകളും വേരിയബിൾസ് ആക്കി സെറ്റ് ചെയ്ത് തരുന്നു. നമ്മൾ കൊടുത്ത കളറിനെ ഫസ്റ്റ് കളറായിട്ട് ബേസ് എന്ന പേരിൽ അവരിടുന്നു. അതിനുശേഷം എല്ലാ കളറുകളുടെയും 700, 600 ഒപ്പാസിറ്റിയിലനുസരിച്ച് കളറുകളെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ടോണിലും നമുക്കായിട്ട് സെറ്റ് ചെയ്ത് തരുന്നു. വളരെ അമേസിംഗ് ആണ്, വളരെ യൂസ്ഫുൾ ആണ്. നമുക്കറിയാം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഫിഗ്മ യൂസ് ചെയ്യുന്നവരെല്ലാം തന്നെ വേരിയബിൾസ് വെച്ചിട്ടാണ് കളേഴ്സുകളെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പണ്ടായിരുന്നു കളർ സ്റ്റൈൽ വെച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളർ സ്റ്റൈൽസ് യൂസ് ചെയ്യുന്ന രീതി മാറി വേരിയബിൾസ് ആണ് ഇപ്പോൾ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് പുതിയ ഫിഗ്മയുടെ അപ്ഡേറ്റ് വന്നതിന് ശേഷം. അപ്പോൾ അത്തരത്തിൽ ഫിഗ്മ കളറുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നവർ, ഫിഗ്മ യൂസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ചോളുക. സ്റ്റൈൽസിൻ്റെ ഉപയോഗം കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. കളേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ വേരിയബിൾസ് വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ വേരിയബിൾസ് എന്താണെന്നും അതിൻ്റെ കളർ പ്രയോഗം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്തിരിക്കണം, നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കണം. അപ്പോൾ എനിവേ കളർ പാലറ്റിനോടൊപ്പം തന്നെ ഫിഗ്മ കളർ ലോക്കൽ വേരിയബിൾസും ക്രിയേറ്റ് ചെയ്ത് തന്നു എന്നുള്ളതാണ് ഈ ഒരു പ്ലഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ എല്ലാ ഡിസൈനേഴ്സിനും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വളരെ അഡ്വാൻസ് ആയിട്ട് കളർ വേരിയബിൾസ് വെച്ച് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് പാലറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ വേരിയബിൾസും ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കളർ എടുത്ത് വളരെ ക്വിക്കായിട്ട് ഡിസൈനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ ഡിസൈനേഴ്സിനും ഇതൊരു വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡിസൈനേഴ്സായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ദയവേത് ഈ ഒരു പ്ലഗിൻ, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ദയവേത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.